അപ്പോൾ നമ്മുടെ ഓണസദ്യയുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേണ്ട നമ്മുടെ ചേനയും മത്തങ്ങായും വാഴയ്ക്കായും കടലയൊക്കെ ഇട്ടുള്ള അടിപൊളി ഒരു കൂട്ടുകറിയാണ്. അപ്പോൾ നമുക്ക് ഈ കൂട്ടുകറി സ്പെഷ്യൽ ഓണസദ്യയുടെ ഈ കൂട്ടുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മുടെ കൂട്ടുകറിക്കുള്ള പച്ചക്കറിയാണ് കേട്ടോ. ഇതൊരു ചെറിയ കഷ്ണം ചേനയാണ് കേട്ടോ. അതാ ഇതുപോലെ ചതുരത്തിലൊക്കെ അരിഞ്ഞ്, കൂട്ടുകറിയുടെ കഷ്ണങ്ങളൊക്കെ കണ്ടിട്ടില്ല, എല്ലാം ചതുരത്തിലാണ്, ചെറിയ കഷ്ണങ്ങളായിട്ട് ചതുരത്തിലാണ് അരിഞ്ഞേക്കുന്നത്. അതുപോലെ അരിഞ്ഞ് ചെറിയൊരു കഷ്ണം ചേനയാണ്. അതുപോലെ തന്നെ ഇതും ഒരു 1/4 കിലോ മത്തങ്ങ, അതും ഇതുപോലെ നമ്മൾ അതുപോലെ തന്നെ ചെറിയ കഷ്ണമായിട്ട് ചതുരത്തിലൊക്കെ അരിഞ്ഞത്. പിന്നെ ഇതൊരു ഏത്തക്കായാണ് കേട്ടോ, അതും അതുപോലെ തന്നെ ചെറുതായിട്ടൊക്കെ അരിഞ്ഞാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ കടല ഒരു 50 ഗ്രാം കടലയേ ഉള്ളൂ. അത് ഞാൻ കുതിർത്തിട്ട് കുക്കറിൽ വെച്ച് വേവിച്ച് വെച്ചേക്കുവാണ്, നമുക്ക് എളുപ്പം നോക്കിയതാണ്. അതുപോലെ തന്നെ വേണ്ട നമ്മുടെ തേങ്ങ, കൂട്ടുകറിക്കുള്ള തേങ്ങ ഞാൻ നേരത്തെ വറുത്ത് വെക്കുവാണ് കണ്ടോ. കാരണം നമ്മൾ ആളൊക്കെ കുറവുള്ളിടത്താണ് നമ്മൾ വീട്ടിലെ ഒരു ഗൃഹനാഥ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഈ ഓണത്തിൻ്റെ തലേന്നൊക്കെ ഇതൊക്കെ ചെയ്ത് വെക്കാം. നമ്മൾ തേങ്ങ വറുത്തൊക്കെ വെക്കണം. നമുക്ക് എരിശ്ശേരിക്കുള്ള തേങ്ങ, അതുപോലെ കൂട്ടുകറിക്കുള്ള തേങ്ങയൊക്കെ നമ്മൾ നേരത്തെ തലേന്ന് ഉത്രാടത്തിൻ്റെ അന്നേ നമ്മൾ വറുത്ത് വെക്കുകയാണ്. നമുക്ക് തിരുവോണത്തിനന്ന് എളുപ്പമുണ്ട്. അല്ലേ തേങ്ങ വറക്കെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സമയമെടുക്കുന്നതാണ്. അതുപോലെ തന്നെ തിരുവോണത്തിൻ്റെ അന്നത്തെ നമ്മുടെ പച്ചക്കറിയൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ തലേന്ന് എല്ലാത്തിനുമുള്ള പച്ചക്കറിയൊക്കെ തലേന്ന് അരിഞ്ഞ് സെപ്പറേറ്റ് മാറ്റി ഫ്രിഡ്ജിനകത്ത് വെക്കും. അപ്പം നമുക്ക് ഒരാളെ ഉള്ളെന്ന് പറഞ്ഞാലും ഉണ്ടാക്കാൻ നമുക്ക് രാവിലെ എളുപ്പമാണ്. ആ ഒരു ചിട്ട അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടുപോകും. അതുപോലെ വൻപയറൊക്കെ ആണെന്ന് പറഞ്ഞാലും തലേന്ന് വെള്ളത്തിലോട്ടെടുത്ത് ഇട്ടേക്കണം കുതിര. അപ്പോൾ രാവിലെ അതെടുത്ത് ഒറ്റ പീസിൽ അടുപ്പിച്ചാൽ മതി വൻപയറൊക്കെ വേകാനായിട്ട്. അങ്ങനെ നമ്മൾ നോക്കിയാൽ എല്ലാം നമുക്ക് തിരുവോണത്തിനന്ന് എന്താണെന്ന് പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ സദ്യ റെഡിയാക്കാം. നമ്മൾ തലേന്ന് നമുക്കൊന്ന് ഒരുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പം നമ്മൾ സ്ത്രീകളാണ് അതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെല്ലാം വെക്കേണ്ടത്. നമുക്ക് തലേന്ന് എല്ലാ പണി തീരുമ്പോഴേ അതെല്ലാം അങ്ങ് ചെയ്തങ്ങ് വെക്കുവാണ്. തിരുവോണത്തിന് നമുക്ക് എളുപ്പമാണ്. നേരത്തെ നമ്മുടെ പണിയൊക്കെ തീർത്ത് നമുക്ക് ഇരിക്കാം, ചോറുണ്ണുന്നത് വരെ നമുക്ക് വെറുതെ ഇരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ എളുപ്പ വഴികൾ നമ്മൾ നോക്കണം. നമ്മുടെ തേങ്ങ നല്ലപോലെ വറുത്ത് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ ഞാൻ കുക്കറിലിട്ട് ഒന്ന് അടിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുക്കറിലോട്ട് നമ്മുടെ ഈ 3 കഷ്ണവും ഇട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഈ കഷ്ണം ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകറിക്കുള്ളതേണ്ട നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഞാൻ പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വെന്ത കഷ്ണമെല്ലാം നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കാരണം അല്പം വെള്ളമുണ്ട് കേട്ടോ, കുക്കറിൽ വെച്ച് വേവിച്ചത് കൊണ്ട് അതിൽ വെള്ളം കിടപ്പുണ്ട്. നമുക്ക് ഈ വെള്ളം നല്ലപോലെ പറ്റിച്ചെടുക്കണം. കാരണം എന്ന് വെച്ചാൽ കൂട്ടുകറി നമ്മൾ ഇലയിൽ വെക്കുമ്പോൾ അത് അവിടെ തന്നെ ഇരിക്കണം. അപ്പോൾ ആ ഒരു പരുവത്തി വേണം ഇരിക്കാൻ. അപ്പം നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ പറ്റി വരുന്ന സമയത്ത് ഞാൻ അതിനാവശ്യമുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു അരമുറി തേങ്ങയുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി കൂടെ ചേർത്ത് നമുക്കിതൊന്ന്, ഒരുപാട് അരയണ്ട കേട്ടോ, നമ്മുടെ മധുരക്കറിക്കൊക്കെ അരച്ച പോലെ ഉള്ള അര മതി. നമുക്ക് ആ ഒരു പാകത്തിന് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നമ്മുടെ കൂട്ടുകറിയുടെ കഷ്ണമൊക്കെ വെള്ളം പറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കടല അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇത് വെന്ത കടലയാണ്. അതുപോലെ തന്നെ നമുക്ക് അതിനകത്തോട്ട് ഞാൻ അരച്ച് വെച്ച അരപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ബാക്കി കൂടി അങ്ങ് പറ്റിച്ചെടുക്കാം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ആ സമയത്ത് നമുക്ക് 2 കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല പോലെ ഇളക്കി കൂട്ടുകറി കുറച്ചുകൂടി പറ്റിക്കഴിയുമ്പോൾ നമുക്ക്, ഞാൻ മുമ്പേ കാണിച്ചായിരുന്നല്ലോ തേങ്ങ വറുത്ത് വെച്ചേക്കുന്നത്, ആ വറുത്ത തേങ്ങയും കൂടെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുത്താൽ നമ്മുടെ സദ്യയുടെ സ്പെഷ്യൽ കൂട്ടുകറി റെഡിയായി. ഒരു അല്പം കൂടി ഒന്ന് വെള്ളം പറ്റട്ടെ.
അപ്പം നമ്മുടെ കൂട്ടുകറി വേണ്ട നല്ല പോലെ ഇത് കണ്ടോ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാനൊരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, ഇതിൻ്റെ സ്വാദിഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളക് നമ്മൾ ഈ കടുക് വറക്കുന്ന സമയത്ത് ആ എണ്ണയ്ക്കകത്ത് ആ കടുകിൻ്റെ കൂടെ ഇട്ട് ഒരു 5-6 കുരുമുളക് മുഴുവനോടെ ഇട്ടാണേലും വറുത്ത് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് വേണ്ട ഇതിനകത്ത് നമ്മുടെ വറുത്ത തേങ്ങ വേണ്ടേ, ഈ തേങ്ങയും കൂടെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കൂട്ടുകറി റെഡിയായി. പിന്നെ നമുക്കൊന്ന് കടുക് കൂടി താളിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് ഷെയറൊക്കെ ഒന്ന് ചെയ്തൊന്ന് കാണണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൂടി ഒന്ന് കാണണം. അപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ എന്തായാലും ഒരു അഭിപ്രായം ഉണ്ടല്ലോ കാണുന്നവർക്ക്, ആ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റിലൊക്കെ ഒന്ന് അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്കിനിത് അതേണ്ട നല്ല പോലെ പറ്റിയിട്ട് നമ്മുടെ ഇത് കണ്ടോ നമ്മൾ ഇലയിലെടുത്ത് അതേ ഈ പരുവത്തിൽ കണ്ടോ ഇലയിൽ കിടന്നോളും, ആ രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി വെക്കാം. ഇനി നമുക്ക് കടുക് വറക്കാം. അപ്പം നമുക്കിനി പച്ചമോര് തയ്യാറാക്കാം. സദ്യക്ക് പച്ചമോരില്ലെങ്കിൽ എന്ത് സദ്യയാണ്. അപ്പോൾ നമ്മുടെ വേണ്ട പച്ചമോരിനായിട്ടുള്ളത് എല്ലാ സാധനങ്ങളുമാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. വേണ്ടേ ഞാനൊരു 5-6 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, നമ്മുടെ കരിയാപ്പില ചതച്ചത്, 2 പച്ചമുളക് ചതച്ചത്, ഞാൻ നമ്മുടെ ഉപ്പ് കല്ലായതുകൊണ്ട് ഞാൻ ഉപ്പ് കല്ല് ഞാൻ പൊടിച്ചെടുത്ത് വെച്ചതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി, പിന്നെ ഒരു കൂട്ടമുണ്ട് അത് പറമ്പിൽ നിന്ന് പറിക്കണം, നാരകത്തിൻ്റെ ഒരു ഇല കൂടെ. അപ്പം നമുക്ക് വേണ്ട ഇതെല്ലാം നമ്മുടെ വേണ്ട ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമോര് എടുക്കാൻ അറിയാൻ മേലാത്തവരാരുമില്ല ഈ കേരളക്കരയിൽ. എങ്കിലും നമ്മുടെ സദ്യയുടെ ആയതുകൊണ്ട് മാത്രം ഞാൻ കാണിക്കുന്നതാണ്. നമുക്കിത് നമ്മുടെ മോര് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ മോര്, ആവശ്യത്തിനുള്ള മോര്. ഇനി നമുക്ക് നല്ലപോലെ ഇതിനെ ഇളക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വേണ്ട പച്ചമോരും റെഡിയായി. അപ്പോൾ നമ്മുടെ കൂട്ടുകറിക്കിനി കടുക് വറക്കാതെ. അപ്പോൾ അത് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക്, നമ്മുടെ കറിവേപ്പില. ഇനി നമുക്ക് കടുക് താളിച്ച് കൊടുക്കാം. നമ്മുടെ അപ്പോൾ ഓണം സദ്യയുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയറൊക്കെ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ഓണസദ്യയുടെ വിഭവമായി വരാം. ബൈ.